coming. Sit down. Dr. Fernandez. ഡാഡി ഉറക്കമാ. അരമണിക്കൂറിനുള്ളിൽ ഉണരും. എവിടുന്നാ? ഇവിടെ അടുത്തുനിന്നാ. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്തിനാ കിതയ്ക്കുന്നേ? ഞാനെപ്പോഴും അങ്ങനെ. എവിടെ വെച്ച് കണ്ട പോലെ തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല. എടി ഞാൻ പറയാം, നമ്മുടെ ലിസിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട ഇതുപോലിരിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തിനാ പോന്നെ? ഇരിക്കുമെന്ന്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് സം പ്രൈവസി? കം ഓൺ, നമുക്ക് അകത്തേക്ക് പോവാം. ഇരിക്കൂ. എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്താ തലവണിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? അങ്ങനൊന്നുമില്ല. പിന്നെന്താ മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? എന്റെ പേര് ചോദിച്ചൂടെ? ചോദിക്കാം. എന്നാ ചോദിക്കൂ. പേരെന്താണ്? ജൂഡിത്ത്. എന്താ പേര്? ജൂഡിത്ത്. എന്റേതല്ല, യുവർ. മാത്യൂസ്. വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാമോ? ഞാൻ ഡാഡി ഉണർന്ന് നോക്കിട്ട് വരാം. അങ്ങനെ കേശവൻകുട്ടി പട്ടാളത്തിൽ പോയി. ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരു ആലോചന ഉണ്ടെന്നു. ലീലയുടെ? ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ. അയാൾ പണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. കഥ അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ പറയാം. ഇനി മുമ്പ് പറഞ്ഞ കഥ തുടരാം. അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. കേൾക്കുന്നെങ്കിൽ മൂളണം. ശരി ശരി, മൂള. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പന്തലും കെട്ടി. വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നു. മുഹൂർത്തമായപ്പോ പെണ്ണിനെ കാണാനില്ല. എല്ലാരും അന്വേഷണമായി. പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട്. പക്ഷെ ആരും തീർച്ച പറയുന്നില്ല. എന്താ മൂളാത്തെ? എന്നത്തേക്കാ സർട്ടിഫിക്കറ്റ്? 24 വൈകുന്നേരത്തെ ഫ്ലൈറ്റ്. കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ? ഒരു കുഴപ്പമില്ല. വിൽ ഗെറ്റ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. ഹലോ. എനിക്ക് മിസ്റ്റർ മാത്യൂസിനെ നേരിട്ട് കാണണമെന്നുണ്ട്. എന്തിനാ കാണുന്നേ? ഒരു ചെറിയ അത്യാവശ്യമാണ്. അത്യാവശ്യ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? ഐ ലവ് യു. പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ്? അതൊരു അനുഗ്രഹമായി കരുതിയാൽ മതി. ഒന്നുമില്ല, കൂടെ വെറും ഉണ്ടാവല്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി. എന്ന് കരുതി വായനയ്ക്കൊരു ലിമിറ്റില്ലേ ജയൻ? ഇത് ഏത് നേരവും നോവൽ വായനയാണ്. വീട്ടുകാര്യത്തിലൊന്നും നന്ദിനിക്കുട്ടി യാതൊരു ശ്രദ്ധയില്ല. പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റ് ഇട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഈ മാസം 65 രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പണി. അതിലും താൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. ഒന്നുമില്ലേലും കഥ പറഞ്ഞുറക്കുന്നുണ്ടല്ലോ. ഞാനാണ് ദിവസം ഉറങ്ങുന്നത് ബാംഗ്ലൂരിലെ സ്വാമിയുടെ മഹത്വം അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ടുള്ള കറികളുടെ പേര്. ഹലോ മാത്യൂസ്. അല്ല, വരണം, ഇരിക്കണം. നോ താങ്ക്സ്. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആരും അത്ഭുതപ്പെട്ടത്. എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു. രജിസ്റ്റർഡ് മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല.
നാളെ വൈകിട്ട് 5 മണിക്ക് ഉട്ട്ലൻഡ്സ് റിസപ്ഷനാണ്, വരണം. പെണ്ണേതാ? അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാൽ മതി. മാത്യൂസിന് കല്യാണം കഴിക്കാനുള്ള ശേഷി ഉണ്ട്. എനിക്ക് ആരിവിടെ പെണ്ണ് തരികല്ലെന്ന് സാർ ഇവിടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നല്ലോ. നാളെ കാണാം. സാർ എന്തായാലും വരണമേ. ആരാണാവോ ആ ഭാഗ്യദോഷിയായ പെൺകുട്ടി? എന്താ നന്ദിനി കുട്ടി ഇത്? കഴിക്കുന്നേ. രവി ഇവിടെ വന്ന എന്ത് ഫ്രീ ആണെന്നോ? സ്വന്തം വീട് പോലെയാ കരുതുന്നത്. അറിയാതെ അയ്യോ നന്ദിനി കുട്ടി, എന്തു പറ്റി? എന്തു പറ്റി? ഒന്നുമില്ല. ഓഹോ, അത് ശരി. നന്ദിനി കുട്ടി പറ്റിച്ചു അല്ലേ? രവി, നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കണം. ഇനി 10 മാസം കഴിഞ്ഞാൽ പ്രസവിക്കാൻ നോക്കൂ. 10 മാസം കഴിഞ്ഞുള്ള സംഗതികൾക്ക് നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെയാണ് ധൃതി പിടിച്ചാൽ എങ്ങനെ? അതിരിക്കട്ടെ, ഭാര്യയ്ക്ക് വാക്കുവല്ലതുണ്ടോ? വ്യാക്കോ? ആ, പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ അവർക്ക് ചില ആഹാര സാധനങ്ങളോട് ഒരു പ്രത്യേക മമത കാണും. രവി, ഒരു കാര്യം ചെയ്യും. ഇന്ന് വൈകുന്നേരം ഒരു പച്ചമാങ്ങ വാങ്ങി നന്ദിനിക്കുട്ടിയുടെ മുമ്പിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ അറിയാം വ്യാക്കെന്താണെന്ന്. സാധാരണ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പുളിയോടും മറ്റും വലിയ ആർത്തി കാണും. നന്ദിനിക്കുട്ടി ഇതേവരെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ പുസ്തകം 2 ആവർത്തി വായിച്ചു. ഒരു രസവും ഇല്ല. എന്തിനാ ഈ പച്ചമാങ്ങ ഇങ്ങനെ തിന്നുന്നേ? എന്താ നന്ദിനിക്കുട്ടിക്ക് വേണോ? നല്ല പുളിയുണ്ട്. അയ്യേ, എനിക്ക് വേണ്ട. ഇപ്പൊ വേറെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? എന്നെ ദേഷ്യപ്പെടരുത്. ഇല്ല. രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിവ്യൂ പത്രങ്ങളിലുണ്ടായിരുന്നു. അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ? പിന്നെന്താ, ഞാൻ നാളെ ഓഫീസിൽ നിന്ന് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു. ടൗൺ വരെ ഒന്ന് പോയാ മതിയല്ലോ. ശരി, ഞാൻ വാങ്ങിട്ട് വരാം. നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തീർന്നില്ല. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇത് മാനസിക രോഗമൊന്നുമല്ല. ഇനി എല്ലാ പെണ്ണുങ്ങൾക്കും വ്യാക്ക് വരണമെന്നുമില്ല. അഥവാ വ്യാക്കുണ്ടെങ്കിൽ തന്നെ അത് പച്ചമാങ്ങോടാവണമെന്നില്ല. ആ, വാസന്തി അമ്പലത്തിൽ പോയി. അല്ലെങ്കിൽ അവളിപ്പോ ഒരു ക്ലാസ് തന്നെ അങ്ങ് എടുത്താൽ. പക്ഷെ നന്ദിനിക്കുട്ടി വ്യാക്കുണ്ട് പുസ്തകങ്ങളോട്. രവിക്ക് പേടിന്തുവാ? നന്ദിനിക്കുട്ടി പുസ്തകം പ്രസവിക്കുന്നോ? നാളെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് തന്നെ വേണോ? ഞാൻ ടൗണിൽ നിന്ന് ആ പുസ്തകം വാങ്ങി വരികയാണ്. വായനയിൽ ഇങ്ങനൊരു താല്പര്യം ലോകത്താർക്കെങ്കിലും കാണും. എനിക്ക് സംഗതി മാനസിക എന്നല്ലേ തന്റെ ഭയം? സംശയം ഇപ്പൊ തീർത്തേക്കാം. നമുക്ക് ഡോക്ടർ ഫെർണാണ്ടസിനെ ഉടൻ തന്നെ കാണാം. ബാബാ, ഇതാണ് കാര്യം. ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു. വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കിടന്ന് കളിക്കുക. ഒന്ന് തുമ്മിപ്പോയാ മാനസികം, ഒന്ന് തടിച്ചുപോയാ മാനസികം. പിന്നെന്താണ് മാനസികമല്ലാത്തത്? ഞാനത് പറഞ്ഞു ഡോക്ടർ. രവിക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ രവി, നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. നോവലുകൾ വായിച്ചു ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും. അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും അരുത്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ? ഇല്ല. അതാണ് കുഴപ്പം. അവർ വായനയിലും നിങ്ങൾ ബിസിനസ്സിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതിയും നടക്കുമോ? ഒരു കോംപ്രമൈസിന് ശ്രമിക്കണം. മനസ്സിലായില്ല. അവർക്ക് താല്പര്യമുള്ളത് വായനയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം. കുറച്ചൊക്കെ വായിക്കണം. ഏറെ വായിച്ചതായി ഭാവിക്കണം. അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും. സരിത, കറുത്ത മുത്ത്, ജീവിതം, അലമേലു. ഓ, വായന തുടങ്ങിയോ?